السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون. صدق الله مولانا العلي العظيم. എനിക്കേറെ പ്രിയം നിറഞ്ഞ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, മുത്തുമുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ പ്രവർത്തനത്തെ നമ്മിൽ നിന്ന് പരിപൂർണമായും സ്വീകരിക്കട്ടെ. ആഖിറത്തിൽ നമുക്ക് വലിയ കൂലി ലഭിക്കുന്ന, സവാബ് ലഭിക്കുന്ന ഒരു അമലിന് സ്വാലിഹായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് വിട പറഞ്ഞു പോയ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ നാടുകളിൽ മഴയില്ലാതെ പ്രയാസപ്പെടുകയാണ്. കഠിനമായ ചൂടിൽ നമ്മുടെ കൊച്ചുമക്കളും പ്രായം ചെന്നവരും നമ്മുടെ വീടുകളിലെ മൃഗങ്ങളും കന്നുകാലികളൊക്കെ വലിയ പ്രയാസത്തിലാണ്. അല്ലാഹു അവൻ്റെ റഹ്മത്തിൻ്റെ മഴ നമുക്കുമേൽ വർഷിപ്പിച്ച് അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനികളെ, കുറഞ്ഞ അവധിക്ക് ശേഷം വീണ്ടും നമ്മുടെ മദ്രസകളും നമ്മുടെ പള്ളി ദർസുകളും അറബിക് കോളേജുകളും സജീവമായിരിക്കുകയാണ്. എല്ലാ മതസ്ഥാപനങ്ങളും വീണ്ടും അത് ഓപ്പൺ ചെയ്ത് അതിൻ്റെതായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ മതവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം വിരമിക്കാം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഇസ്ലാം, ആ ഇസ്ലാം ഈ ലോകത്ത് നിലനിൽക്കുന്നത് അറിവുള്ള സമൂഹത്തെ കൊണ്ടാണ്. അറിവുള്ളവർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ദീനാകുന്ന പരിശുദ്ധ ഇസ്ലാമിന് നിലനിൽപ്പുള്ളൂ. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, പരിശുദ്ധ ഇസ്ലാമിനെ എപ്പോഴും ജീവസ്വറ്റതാക്കുന്നത്, അന്തസ്സുള്ളതാക്കുന്നത്, അതിന് ആത്മാവുള്ളതാക്കി തീർക്കുന്നത് ഇൽമുള്ള ആളുകൾ ഇവിടെ ഉണ്ടാകുമ്പോഴാണ്. ഇൽമുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ലോകത്തിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ നാട്ടിലുള്ള മനുഷ്യർക്ക് യഥാർത്ഥമായ മനുഷ്യത്വ ബോധം, തൻ്റെ സഹജീവികളോടുള്ളതായ ആത്മാർത്ഥത, അവരോടുള്ള സ്നേഹം, മുതിർന്നവരോടുള്ളതായ ബഹുമാനം, ഇളയവരോടുള്ള സ്നേഹം, ഇതൊക്കെയും മതവിദ്യാഭ്യാസമുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നിലനിൽക്കുകയുള്ളൂ. നമുക്കത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നൊരു സംഗതിയാണ്. നമ്മുടെ കൊച്ചു കേരളം എന്നുള്ളത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ 10,000-ത്തിലധികം മദ്രസകളും അതിനപ്പുറം അതോടൊപ്പം തന്നെ അറബി കോളേജുകൾ, പള്ളി ദർസുകൾ, മറ്റു സ്ഥാപനങ്ങൾ, വിവിധ സംഘടനകൾക്ക് കീഴിൽ, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സമസ്ത ജമിയത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ 11,000-തോളം മദ്രസകൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടന്നു വരുന്നു. നമ്മുടെ കേരളത്തിൻ്റെ അകത്തും പുറത്തുമായി. പ്രിയപ്പെട്ടവരെ, ഈ കൊച്ചു കേരളത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ വലിയ ഒരു നിഅമത്താണ് ഈ മദ്രസ സംവിധാനം എന്നുള്ളത്. അറബ് നാടുകളിൽ പോലും നമുക്ക് കാണാൻ കഴിയാത്ത വിധം വളരെ നല്ല രീതിയിൽ മദ്രസ പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ രൂപത്തിൽ അടുക്കിലും ചിട്ടയിലും എല്ലാ രൂപത്തിലും ക്രമീകരിച്ചുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ചെറുപ്പത്തിൽ തന്നെ പരിശുദ്ധമായ ദീന് പഠിക്കുവാനുള്ള ഒരു സംവിധാനം, ഒരു സൗകര്യം നമ്മുടെ മുൻഗാമികളായ പണ്ഡിത പൂർവസൂരികളായ നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാരും ഉമറാക്കളും ഉലമാക്കളും അവർ ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ ഒരുപാട് മദ്രസകൾ ഇവിടെ പിറവിയെടുത്തു. അവർ ചെയ്തു വെച്ച സുഹൃത്തുക്കളാണ് ഇതൊക്കെയും. ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആ മദ്രസകൾ കേവലം ബിൽഡിങ്ങുകൾ മൊഞ്ചു കൂട്ടി അല്ലെങ്കിൽ ഡിജിറ്റൽ സംവിധാനങ്ങൾ കൊണ്ടുവന്നു എന്നതിനപ്പുറം ആ മദ്രസകളിലേക്ക് നമ്മുടെ മക്കളെ കൃത്യമായി പറഞ്ഞയക്കുക എന്നുള്ളതാണ് ഞാനും നിങ്ങളും ചെയ്യേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഒരു നാട്ടിലെ മദ്രസയിൽ 10 വരെ ഉണ്ടെങ്കിൽ ആ 10ാം ക്ലാസ് വരേക്കും നമ്മുടെ മക്കൾ നമ്മൾ പറഞ്ഞയക്കണം. +2 വരെ ഉണ്ടെങ്കിൽ ആ +2 വരെയും നമ്മുടെ മക്കൾ നമ്മൾ പറഞ്ഞയക്കണം. ഇന്നതല്ല. ഈ വർത്തമാനകാല സാഹചര്യത്തിൽ നമുക്കറിയാം,
1-ാം ക്ലാസ്സിൽ 40 അതിലധികവും കുട്ടികൾ പുതിയ അഡ്മിഷൻ എടുത്തുകൊണ്ട് അവർ മദ്രസയിലേക്ക് കടന്നു വരുന്നു. അത് 10-ാം ക്ലാസ് ആകുമ്പോഴേക്ക് വളരെ വിരലിൽ എണ്ണാവുന്ന കുട്ടികളായി, വിദ്യാർത്ഥികളായി അത് താഴ്ന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിൽ ഓർക്കേണ്ടത് നമ്മളെല്ലാവരും ഭൗതികത്തിന് അതിന് പ്രാമുഖ്യം കൊടുക്കുകയാണ്, അതിന് മുൻഗണന കൊടുക്കുകയാണ്. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ മക്കൾക്ക് മതവിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് ഹഖുൽ വലദി അലൽ വാലിദ്. നമ്മുടെ മക്കൾക്ക് ചില അവകാശങ്ങളുണ്ട്, നമ്മൾ നൽകേണ്ടുന്ന അവകാശങ്ങൾ. ആ അവകാശങ്ങളെ ഒരിക്കലും നമ്മൾ അതിനെ തടഞ്ഞു വെക്കാൻ പാടില്ല. അവർക്ക് കിട്ടേണ്ടുന്ന അവകാശങ്ങളെ, അവർക്ക് നൽകേണ്ടുന്ന അവകാശങ്ങൾ കൃത്യമായും മാതാപിതാക്കൾ നൽകിയിരിക്കണം. അല്ലെങ്കിൽ റബ്ബിന്റെ മുമ്പിൽ തീർച്ചയായും അവൻ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഹദീസിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, ഹഖുൽ വലദി അലൽ വാലിദ്. പിതാവിന്റെ മേൽ മക്കൾക്ക് ചില അവകാശങ്ങൾ നൽകേണ്ടതുണ്ട്. അത് ഒന്നാമതായി മുത്തു റസൂലുള്ളാഹി പറഞ്ഞത് അയ്യുഹ്സിന ഇസ്മഹൂന. നമ്മുടെ മക്കൾക്ക്, നമുക്ക് ജനിക്കുന്ന മക്കൾക്ക് നല്ല പേര് വെച്ച് കൊടുക്കണം. മനോഹരമായ പേര്, നല്ല അർത്ഥമുള്ള പേര്. ഏതോ അർത്ഥമില്ലാത്ത മറ്റേതെങ്കിലും ബാഡായ അർത്ഥങ്ങളുള്ള, ബാഡ് മീനിങ്ങുകളുള്ള പേരുകൾ വെച്ചു കൊടുത്ത് നാളെ ആഖിറത്തിൽ നമ്മുടെ മക്കളെ ആ പേര് വെച്ചുകൊണ്ട് വിളിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. നല്ല പേര് വെച്ച് കൊടുക്കുക എന്നുള്ളത് അത് മക്കളുടെ അവകാശമാണ്. അത് മാതാപിതാക്കൾ കൃത്യമായി ചെയ്തിരിക്കണം. രണ്ടാമതായി കൊണ്ട് പറഞ്ഞത് വിവാഹപ്രായമെത്തിയാൽ, അതിന് പ്രായമായി കഴിഞ്ഞാൽ, അത് ആണോ ആവട്ടെ പെണ്ണോ ആവട്ടെ, അവരെ നല്ല നിലക്ക് വിവാഹം കഴിച്ചയക്കൽ അത് മാതാപിതാക്കളുടെ മേൽ ബാധ്യതയാണ്. അത് മക്കൾക്കുള്ള അവകാശമാണ്, അത് ചെയ്തു കൊടുത്തിരിക്കണം. മൂന്നാമതായി കൊണ്ട് പറഞ്ഞത് വയുഅല്ലിമുൽ കിതാബ്, പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കണം. പരിശുദ്ധമായ ഖുർആൻ പഠിക്കുവാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഇന്ന് അതല്ല. ഇന്ന് ചെയ്യുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ സമയം ക്രമീകരിച്ച് അതിന് വേണ്ടി ഒരു 1/4 മണിക്കൂർ, ഏറിക്ക് അരമണിക്കൂർ മാത്രം നമ്മുടെ കുട്ടികൾ മദ്രസയിൽ അവർ പഠിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കുന്നു. ബാക്കിയുള്ള മുഴുവൻ സമയങ്ങളും ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നില്ല? ഒരു മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കുന്നത് ഒരു മാതാവിനോട്, ഒരു പിതാവിനോട്, ഒരു അമ്മയോട്, അല്ലെങ്കിൽ അച്ഛനോട്, അല്ലെങ്കിൽ തൻ്റെ താഴെയുള്ള തൻ്റെ കൊച്ചുമക്കളോട്, ഇവരോടൊക്കെയും സ്നേഹവും വാത്സല്യവും ആദരവും ബഹുമാനവും അയൽപക്ക ബന്ധങ്ങളോട് സാമൂഹികമായി ജീവിക്കുമ്പോൾ പല മതക്കാരുണ്ടാകും. ആ പല ജാതി മതങ്ങളിൽപ്പെട്ട ആളുകളോടൊക്കെയും സ്നേഹത്തോടുകൂടെ സാഹോദര്യത്തോടെ സഹവർത്തിക്കണമെന്ന് പഠിപ്പിക്കുന്നത് അത് മതങ്ങളാണ്. ഒരു മതവും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഒരു മതവും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ ഏകദേശം നമ്മുടെ നാടുകളിലുള്ള വർഗീയ കുതന്ത്രങ്ങൾ ഇവിടെ വിലപ്പോവാത്തത് മതബോധമുള്ള ആളുകൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ വക്താക്കളാവട്ടെ, മറ്റേത് മതത്തിൻ്റെ വക്താക്കളാവട്ടെ, മതബോധമുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരിക്കെ വർഗീയതയ്ക്ക് മേൽക്കോയ്മ ലഭിക്കാൻ അതിന് തടസ്സങ്ങളാകും. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക്, പ്രത്യേകിച്ചും മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് പരിശുദ്ധമായ ഖുർആൻ അത് ഓതാൻ, അത് പഠിക്കുവാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം. ഒരിക്കലും നമ്മൾ വിമുഖത കാണിക്കരുത്. ഭൗതിക ദുനിയാവിന് വേണ്ടി മാത്രം നമ്മുടെ മക്കളെ നേർച്ചക്കുള്ള ആടുകളാക്കി, അല്ലെങ്കിൽ നേർച്ചക്കറുക്കുന്ന ആടുകളെ പോലെ അവരെ ഭാവിയിൽ അവർ വളർന്നു വലുതായി നമുക്ക് പൈസ ലഭിക്കുന്ന, ക്യാഷ് ലഭിക്കുന്ന ഒരു ബാങ്കുകളാക്കി കണ്ട് ഒരിക്കലും നമ്മുടെ മക്കളുടെ മതവിദ്യാഭ്യാസത്തെ നമ്മൾ ഇല്ലായ്മ ചെയ്യരുത്. അവർക്കുള്ള അവകാശത്തെ നമ്മൾ ഹനിക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മേൽ, മാതാപിതാക്കളുടെ മേൽ ബാധ്യതയാണ് മക്കൾക്ക് ലഭിക്കേണ്ടുന്ന അവകാശങ്ങളെ തീർത്തും നമ്മൾ ചെയ്തു കൊടുക്കണം. അള്ളാഹു നമുക്ക് നല്ലത് ചിന്തിക്കുവാനും നല്ലത് പ്രവർത്തിക്കുവാനും തൗഫീഖ് നൽകട്ടെ. ഇൽമ പഠിക്കുന്ന നമ്മുടെ മക്കൾക്ക് അള്ളാഹു നാഫിയ ഇൽമ വേണ്ടുവോളം നൽകട്ടെ. അവർ പഠിക്കുന്ന ഇൽമിൽ അള്ളാഹു ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. അറിവുള്ള തലമുറ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഇവിടെ അറിവുള്ള പണ്ഡിതന്മാർ ഇല്ലായിരുന്നുവെങ്കിൽ ജനങ്ങളൊക്കെയും മൃഗീയ സ്വഭാവത്തിലുള്ള ആളുകളാകുമായിരുന്നു. ആ സ്വഭാവത്തിൽ നിന്ന് മനുഷ്യ സ്വഭാവത്തിലേക്ക് അവരെ കൈപിടിച്ച് ഉയർത്തിയത് ഇവിടെയുള്ള അറിവുള്ള പണ്ഡിതന്മാർ ഉള്ളത് കൊണ്ടാണ്. അതേ കാലത്തും ഇവിടെ നിലനിൽക്കണം. പരിശുദ്ധമായ ദീനിന് ഇവിടെ നിലനിൽക്കണം. അതുകൊണ്ട് നമ്മുടെ മക്കൾ മനോഹരമായ ഖുർആൻ ഓതുന്നവരാവണം. നമ്മുടെ ദീനിൻ്റെ ഹക്കാമുകൾ, അതിൻ്റെ ശറായികൾ എല്ലാം പഠിച്ച് മനസ്സിലാക്കി നല്ലൊരു മുസൽമാനായി ജീവിക്കുന്ന മക്കളായി തീരണം നമ്മുടെ
മക്കൾ, അതിന് നമ്മുടെ മക്കളെ കൃത്യമായി മദ്രസകളിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് കൂടുതൽ പ്രോത്സാഹനം നൽകിക്കൊണ്ട് നമ്മുടെ മക്കൾക്ക് മതവിദ്യാഭ്യാസത്തിനുള്ള താല്പര്യങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുത്ത് നമ്മുടെ മക്കളെ നമ്മുടെ നാട്ടിലുള്ള മദ്രസകൾ 10 വരെയും 10 വരേക്കും പഠിപ്പിച്ച് നല്ല മക്കളാക്കി തീർക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.